നമുക്ക് നോക്കാനായിട്ടുള്ളത് സുപ്രീം കോടതിനെ പറ്റിയിട്ടാണ്. അപ്പം സുപ്രീം കോടതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പം എന്താണ് സുപ്രീം കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പം സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ എപ്പോഴും മുകളിൽ നിൽക്കുന്ന ഒരു കോടതിയാണ്. ഇന്ന് കോടതി ഇപ്പോ ഒരു ഒരു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് എവിടെയായിരിക്കും? ജില്ലാ കോടതികളിലായിരിക്കും. അവിടുന്ന് നമുക്ക് കാര്യമായിട്ട് നീതി കിട്ടാത്ത പക്ഷം നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ഹൈക്കോടതിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കോടതിയിലേക്കായിരിക്കും. അപ്പൊ സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോടതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏകീകൃത നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സുപ്രീം കോടതി ആരാണ്, സുപ്രീം കോടതിക്കകത്ത് ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള ഒരു കോടതിയാണ് സുപ്രീം കോടതി. അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജഡ്ജി ഉൾപ്പെടെ 25 ജഡ്ജിമാരാണ് നമ്മുടെ സുപ്രീം കോടതിക്കകത്ത് വരുന്നത്. അപ്പം ആരൊക്കെയാണ് സുപ്രീം കോടതിക്ക് അകത്ത് വരുന്നത്? ചീഫ് ജഡ്ജി ഉൾപ്പെടെ 25 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ അകത്ത് വരുന്നത്. ഈ സുപ്രീം കോടതി എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ റിന്യൂവൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ റിമൂവൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഓക്കെ, ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5 വർഷമെങ്കിലും എന്ത് ചെയ്യണം? ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് പ്രവർത്തിക്കണം. അപ്പൊ സുപ്രീം കോടതിമാര് 5 വർഷമെങ്കിലും എന്ത് ചെയ്യണം? ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല 10 വർഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ടെങ്കിലും എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാര് 5 വർഷമെങ്കിലും ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് പ്രാക്ടീസ് ചെയ്യണം. 10 വർഷമെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. മാത്രമല്ല പ്രസിഡന്റിനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. കാരണം ഇത് പ്രസിഡന്റ് ആയിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ പ്രസിഡന്റിന് എന്തുണ്ടായിരിക്കും? നല്ലൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിമാർക്ക് 65 വയസ്സ് വരെയാണ് ജോലിയിൽ തുടരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വരുന്നത്. ഇനി അടുത്ത് നമ്മുടെ ജഡ്ജിമാർ എങ്ങനെയാണ് റിമൂവൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് സ്വഭാവ ദൂഷ്യം. ഓക്കെ, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ദൂഷ്യം കണ്ടു കഴിഞ്ഞാൽ, അതും അല്ലാന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇപ്പം ജോലിക്ക് കറക്റ്റ് ആയിട്ട് വരാത്ത പക്ഷം, അതും അല്ലെങ്കിൽ ഭരണഘടനാ കാര്യങ്ങൾ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാർലമെന്റിൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതി ജഡ്ജിമാരെ റിമൂവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാരെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഒന്നാമത് എന്താണ്? അവരുടെ സ്വഭാവ ദൂഷ്യം, അതേപോലെ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റിയുള്ള കംപ്ലൈന്റ്സ് പാർലമെന്റിൽ പറയുമ്പോൾ പാർലമെന്റുകാർ എന്ത് ചെയ്യും? പാർലമെന്റാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡ് ഒന്നുമില്ല, എല്ലാ കോടതിയിലും ഉള്ളതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ എന്തുണ്ടായിരിക്കും? ആ സുപ്രീം കോടതിയിൽ വാദിച്ച എല്ലാ കേസുകളും സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരിക്കും. എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോർട്ട് ഓഫ് റെക്കോർഡ് സുപ്രീം കോടതിയിൽ ഫയലുകൾ സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് സുപ്രീം കോടതിയിലെ കുറച്ച് അധികാര പരിധിയെ പറ്റിയിട്ടാണ്. എന്തെല്ലാം അധികാര പദവികളാണ് സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഒറിജിനൽ ജൂറിസെക്ഷൻ, അതായത് തർക്കം പരിഹരിക്കുക. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി അവിടുത്തെ മീഡിയേറ്റർ ആയിട്ട് നിന്ന് എന്ത് ചെയ്യും? പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. അതുമല്ല സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലും ആര് പരിഹരിച്ചു കൊടുക്കും? സുപ്രീം കോടതി ആയിരിക്കും പരിഹരിച്ചു കൊടുക്കുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ ഉപദേശാധികാരം, അതായത് നമ്മുടെ ഗവൺമെന്റിന് എന്തെങ്കിലും ഉപദേശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അഡ്വൈസ് കൊടുക്കുന്നത്? നമ്മുടെ സുപ്രീം കോടതി ആയിരിക്കും. ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കാനോ ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ ആരായിരിക്കും അഡ്വൈസ് കൊടുക്കുന്നത്? നമ്മുടെ സുപ്രീം കോടതി ആയിരിക്കും അഡ്വൈസ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന അപ്പീൽ ജൂറിസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് എന്തെങ്കിലും അപ്പീൽ നൽകണമെങ്കിലും ആരായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്? ഈ ഒരു സുപ്രീം കോടതി ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുപ്രീം കോടതിയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ജഡ്ജ്മെന്റിനെ പുനഃപരിശോധിക്കുന്നതൊക്കെ ആരായിരിക്കും? നമ്മുടെ സുപ്രീം കോടതി ആയിരിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്.